إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അല്ലാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങൾക്ക് വിധേയരായി തഖ്വയോടുകൂടെ ജീവിക്കണമെന്ന് നിങ്ങൾ ഓരോരുത്തരോടും സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ അല്ലാഹു കൽപ്പിച്ചത് പ്രകാരം ജീവിക്കാൻ ആ മാർഗത്തിലായിരിക്കെ മരണപ്പെടാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സ്വദേഹങ്ങളെക്കാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് അടുത്തവരാണ്. നമ്മുടെ സ്വന്തം ശരീരം നമ്മെ തിന്മയിലേക്ക് ക്ഷണിച്ചപ്പോൾ, അതുവഴി നരകത്തിലേക്ക് വിളിച്ചപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ക്ഷണിച്ചതും വിളിച്ചതും അല്ലാഹുവിൻ്റെ സ്വർഗത്തിലേക്കാണ്, സന്തോഷകരമായ ജീവിതത്തിലേക്കാണ്, സമാധാനമുള്ള ജീവിതത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, സ്വദേഹങ്ങളെക്കാൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസിക്ക് അടുത്തവരാണ്. അല്ലാഹുവിൻ്റെ റസൂലിനോട് സത്യവിശ്വാസിക്കുള്ള സ്നേഹം അത് കേവലം വൈകാരികമല്ല, മറിച്ച് അവൻ്റെ ഈമാനിൻ്റെ പൂർത്തീകരണത്തിൻ്റെ അടിസ്ഥാന കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാന്മാരായ സ്വഹാബത്തിൻ്റെ ജീവിതം പരിശോധിച്ചാൽ അവരുടെ ജീവിതം മുഴുവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ നേർസാക്ഷ്യമാണ്. അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരു വ്യക്തി വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, മതസ്സാഅ, എപ്പോഴാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു ചോദിച്ചു, മാ അഅദത ലിസ്സാഅ, നീ ഖിയാമത്ത് നാളിന് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? ആ മനുഷ്യൻ പറഞ്ഞു, ഹുബ്ബല്ലാഹി വ റസൂലിഹി, ഹുബ്ബല്ലാഹി വ റസൂലിഹി, അല്ലാഹുവിനോടുള്ള സ്നേഹം, അല്ലാഹുവിൻ്റെ റസൂലിനോടുള്ള സ്നേഹമാണ് ഞാൻ ആ ദിവസത്തേക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫഇന്നക മഅ മൻ അഹ്ബബ്ത, എങ്കിൽ നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ കൂടെ ആയിരിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വ്യക്തിക്ക് പറഞ്ഞു കൊടുത്തു. ഖാല അനസ്, ഈ കാഴ്ച കണ്ടുകൊണ്ട് അനസ് റളിയല്ലാഹു തആല അൻഹു സമീപത്തിരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറയാണ്, ഫമാ ഫരിഹ്നാ ബഅദൽ ഇസ്ലാം ഫറഹൻ അശദ്ദ മിൻ ഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്നക മഅ മൻ അഹ്ബബ്ത. അല്ലാഹുവിൻ്റെ ദീൻ ഞങ്ങൾ സ്വീകരിച്ചപ്പോൾ ശിർക്കിനെ ഒഴിവാക്കി അടിമകളെ ആരാധിക്കുന്ന നിന്ദ്യമായ അവസ്ഥയിൽ നിന്ന് എല്ലാ അടിമകളുടെയും ഉടമയായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന അല്ലാഹുവിൻ്റെ ദീനിൻ്റെ മഹിതമായ ആദർശം ഞങ്ങൾ സ്വീകരിച്ച സമയത്തും വല്ലാത്തൊരു സന്തോഷം ഞങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. ആ സന്തോഷം കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും അധികം സന്തോഷം തോന്നിയത് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഈ വാക്കാണ്, ഫഇന്നക മഅ മൻ അഹ്ബബ്ത, നീ നാളെ പരലോകത്ത് ആരെയാണോ സ്നേഹിച്ചത് അവരുടെ കൂടെ ഉണ്ടായിരിക്കും. ഞാൻ അല്ലാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുന്നു, ഞാൻ അബൂബക്കറിനെ സ്നേഹിക്കുന്നു, ഞാൻ ഉമറിനെ സ്നേഹിക്കുന്നു റളിയല്ലാഹു അൻഹുമ.
അവരുടെ അമലുകൾ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ നാളെ പരലോകത്ത് എനിക്കുണ്ടാവാൻ സാധിക്കുമെന്ന പ്രതീക്ഷ എനിക്കുണ്ട് എന്ന് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി കാണാൻ സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാന്മാരായ സ്വഹാബത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചത് ആ രൂപത്തിലായിരുന്നു. മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ബദറിന്റെ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത് കാണാൻ സാധിക്കും, വഖുദ് മിൻ അംവാലിനാ മാ ശിഅ്ത്. അല്ലാഹുവിൻ്റെ റസൂലേ, ഞങ്ങളുടെ സമ്പത്തിൽ നിന്ന് അങ്ങ് ഉദ്ദേശിക്കുന്നത് അങ്ങ് എടുത്തുകൊള്ളുക. വഅഅ്തിനാ മാ ശിഅ്ത്. എന്നിട്ട് അങ്ങ് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് നൽകിക്കൊള്ളുക. ബാക്കി അങ്ങ് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ഞങ്ങൾക്ക് നൽകിയാൽ മതി. വമാ അഖൽത മിന്നാ കാന അഹബ്ബ ഇലൈനാ മിമ്മാ തറക്ത്. അല്ലാഹുവിൻ്റെ റസൂലേ, ഞങ്ങളുടെ സമ്പത്തിൽ നിന്ന് അങ്ങെടുത്തതാണ് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ബാക്കി വെച്ചതിനേക്കാൾ ഞങ്ങൾക്ക് ഇഷ്ടമെന്നും മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി കാണാൻ സാധിക്കും. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ, റസൂലിനോടുള്ള സ്നേഹത്തിൻ്റെ മുമ്പിൽ സ്വന്തം സമ്പത്തിനെ സമർപ്പിച്ച, സ്വന്തം സമ്പത്തിനെ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കാൽ കീഴിൽ വെച്ചു കൊടുത്തുകൊണ്ട് അങ്ങെടുത്തുകൊള്ളുക, ഉദ്ദേശിക്കുന്നത് അല്ലാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ അങ്ങെടുത്തുകൊള്ളുക എന്ന് പറയാൻ മനസ്സ് കാണിച്ച മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ സ്നേഹത്തിൽ നമുക്ക് വലിയ മാതൃകയുണ്ട്. അബൂബക്കർ അസ്സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹിജ്റ പോകാൻ ഏറെ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ അള്ളാഹുവിൻ്റെ അനുവാദം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിവരം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ അറിയിച്ചു. അദ്ദേഹം സന്തോഷം കൊണ്ട് കരഞ്ഞു. ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, അതുവരെ എനിക്കറിയില്ലായിരുന്നു, ആയിഷ ബീവി പറയാണ്, അതുവരെ എനിക്കറിയില്ലായിരുന്നു സന്തോഷം കൊണ്ട് മനുഷ്യൻ ഇങ്ങനെ കരയുമെന്നും. അതുവരെ അബൂബക്കറിൻ്റെ, എൻ്റെ ഉപ്പയുടെ കരച്ചിൽ കാണുന്നത് വരെ എനിക്കറിയില്ലായിരുന്നു എന്നും ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അബൂബക്കർ അസ്സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോകുന്നു. ആ ഹിജ്റയിൽ അബൂബക്കറിൻ്റെ ചരിത്രം റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ നടത്തത്തിൻ്റെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം കുറേ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ നടക്കും, പിന്നെ കുറേ പിന്നിൽ നടക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ കാരണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പേടികൊണ്ടാണ്. അല്ലാഹുവിൻ്റെ റസൂലിനെ മുമ്പിൽ നിന്നു ശത്രുക്കൾ വളയുമോ എന്ന പേടി, പിന്നിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുക്കൾ അപായത്തിൽപ്പെടുത്തുമോ എന്ന പേടികൊണ്ടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിലും പിമ്പിലുമായി മാറി മാറി നടന്നതും ചരിത്ര ഗ്രന്ഥങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഉഹദ് യുദ്ധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹാന്മാരായ സ്വഹാബത്തിനുള്ള സ്നേഹത്തിൻ്റെ മനോഹരമായ ചരിത്രങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതാണ് ഉഹദ് യുദ്ധ സന്ദർഭങ്ങൾ. മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, ബി അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ്, എൻ്റെ ഉമ്മയേക്കാൾ എൻ്റെ ഉപ്പയേക്കാൾ അങ്ങാണ് എനിക്ക് വലുത്. അവരുടെ നിർദ്ദേശങ്ങളെക്കാൾ, അവരെ പരിഗണിക്കുന്നതിനേക്കാൾ അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങയെ ഞാൻ പരിഗണിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങ് ഈ സന്ദർഭത്തിൽ തല ഉയർത്തരുത്, ശത്രുക്കളുടെ അമ്പ് അങ്ങയുടെ ശരീരത്തിലേക്ക് പതിക്കാം. നഹ്രി ദൂന നഹ്രിക്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നഹ്രി ദൂന നഹ്രിക്, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങേക്ക് പരിചയായി ഞാൻ നിന്നുകൊള്ളാം. അവരുടെ അമ്പുകൾ അങ്ങയുടെ ശരീരത്തിൽ പതിക്കുകയില്ല. എൻ്റെ നെഞ്ചകത്തെ ഞാൻ പരിചയായി അള്ളാഹുവിൻ്റെ റസൂലെ ഞാൻ വെച്ചുകൊള്ളുക. നഹ്രി ദൂന നഹ്രിക് യാ റസൂലല്ലാഹ്. മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു സ്വന്തം ജീവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ തയ്യാറായെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബൂ ത്വൽഹയുടെ സ്നേഹത്തിൽ, അബൂ ത്വൽഹയുടെ മഹബ്ബത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് മാതൃകയുണ്ട്.
മഹാനായ റബീഅത്ത് ബിൻ കഅബ് അൽ അസ്ലമി റളിയല്ലാഹു അൻഹു ദരിദ്രനായ സ്വഹാബിയാണ് റബീഅ റളിയല്ലാഹു അൻഹു. ഒരു രാത്രി അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിഞ്ഞു. എന്നിട്ട് രാത്രിയിൽ അവിടത്തേക്ക് നമസ്കരിക്കാനുള്ള വുദൂ ചെയ്യാനുള്ള വെള്ളം അദ്ദേഹം കൊണ്ടുചെന്ന് കൊടുത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, സൽ, നീ ചോദിച്ചു കൊള്ളുക, നിനക്കാവശ്യമുള്ളത് നീ ചോദിച്ചു കൊള്ളുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബീഅയോട് ചോദിച്ചു. ദരിദ്രനായ നേരാവണ്ണം ഒരു ഉടുമുണ്ട് ധരിക്കാനില്ലാത്ത, നേരാവണ്ണം ഭക്ഷണം കഴിക്കാനില്ലാത്ത റബീഅ റളിയല്ലാഹു അൻഹുവിന് പലതും ചോദിക്കാനുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചപ്പോൾ, നീ എന്നോട് ആവശ്യമുള്ളത് ചോദിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ റബീഅ റളിയല്ലാഹു തആല അൻഹുവിന് അല്ലാഹുവിൻ്റെ റസൂലിനോട് പറയാനുണ്ടായിരുന്നത്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, അല്ലാഹുവിൻ്റെ റസൂലേ, നാളെ സ്വർഗത്തിൽ അങ്ങയോടൊപ്പം ഇരിക്കാൻ, അങ്ങയുടെ സാമീപ്യം അല്ലാഹുവിൻ്റെ റസൂലേ, എനിക്കത് വേണമെന്ന് മഹാനായ റബീഅ റളിയല്ലാഹു അൻഹു പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റബീഅയുടെ സ്നേഹത്തിൽ നമുക്ക് മാതൃകയുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഒരു വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്നക ലഅഹബ്ബു ഇലയ്യ മിൻ നഫ്സി, അല്ലാഹുവിൻ്റെ റസൂലേ, എൻ്റെ ദേഹത്തേക്കാൾ, സ്വന്തത്തേക്കാൾ എനിക്ക് അങ്ങയോട് ഇഷ്ടമാണ്. വ ഇന്നക ലഅഹബ്ബു ഇലയ്യ മിൻ അഹ്ലി, എൻ്റെ കുടുംബത്തേക്കാൾ അല്ലാഹുവിൻ്റെ റസൂലേ അങ്ങയോട് എനിക്കിഷ്ടമാണ്. വ അഹബ്ബു ഇലയ്യ മിൻ വലദി, എൻ്റെ മക്കളേക്കാൾ അല്ലാഹുവിൻ്റെ റസൂലേ അങ്ങയോട് എനിക്ക് സ്നേഹമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്തും അങ്ങയെ ഓർമ്മ വരും, എനിക്ക് സഹിക്കാൻ സാധിക്കൂല, അങ്ങയെ കാണാനായിട്ടുള്ള ആഗ്രഹം ഒതുക്കി വെക്കാൻ സാധിക്കൂല. അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങനെ ഞാൻ അങ്ങയിലേക്ക് വരും, അങ്ങയെ കണ്ടുകൊണ്ട് തൃപ്തിയടയും. എന്നാൽ ദക്കർതു മൗതി വ മൗതക്, അല്ലാഹുവിൻ്റെ റസൂലേ, ഈ ദുനിയാവിൽ എനിക്കങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്, എന്നാൽ ദക്കർതു മൗതി വ മൗതക്, ഞാൻ അങ്ങയുടെ മരണത്തെക്കുറിച്ചും എൻ്റെ മരണത്തെക്കുറിച്ചും ആലോചിച്ചു. അങ്ങ് മരണപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങ് നാളെ സ്വർഗത്തിൽ ഉന്നതമായ അവസ്ഥയിൽ മഹാന്മാരായ അമ്പിയാക്കളുടെ കൂടെ ആയിരിക്കുമല്ലോ, എനിക്ക് അങ്ങയുടെ സാമീപ്യം ലഭിക്കുകയില്ലല്ലോ എന്നോർത്തുകൊണ്ട് കരഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറഞ്ഞൊരു മനുഷ്യൻ. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ വ്യക്തിയോട് എന്തു മറുപടി പറയണമെന്നറിഞ്ഞില്ല. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ ആയത്ത് അവതരിപ്പിച്ചു, വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അല്ലാഹുവിനെ അനുസരിച്ചാൽ, അല്ലാഹുവിൻ്റെ റസൂലിനെ അനുസരിച്ചാൽ അവർ അല്ലാഹു അനുഗ്രഹിച്ച നബിമാരുടെ കൂടെ, സിദ്ദീഖീങ്ങളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെ സ്വർഗത്തിലുണ്ടായിരിക്കുമെന്ന് അല്ലാഹുവിൻ്റെ കലാമിലെ ആയത്ത്, അല്ലാഹുവിൻ്റെ കലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വ്യക്തിക്ക് ഓതിക്കൊടുത്തു. അദ്ദേഹത്തിന് സമാധാനമായി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാന്മാരായ സ്വഹാബത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചു. മഹാന്മാരായ സ്വഹാബത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തത്തെക്കാൾ, മക്കളെക്കാൾ, കുടുംബത്തെക്കാൾ, എല്ലാത്തിനേക്കാളും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചു. മഹാന്മാരായ സ്വഹാബത്തു അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വാക്കുകൾക്ക് മറ്റെന്തിനേക്കാളും പ്രാധാന്യം നൽകി. മഹാന്മാരായ സ്വഹാബത്തു അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനകൾക്ക് മറ്റാരുടെ വാക്കിനേക്കാളും പ്രാധാന്യം നൽകി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് മാതൃകയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക ഉൾക്കൊണ്ട് അവിടത്തോട് മഹബ്ബത്ത് വെച്ച് മഹാന്മാരായ സ്വഹാബത്ത് ജീവിച്ചതുപോലെ ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അല്ലദീ നസ്റ അബ്ദഹു വഅയ്യദ ജുൻദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി അൽമൂഫീന അഹ്ദ. സഹോദരങ്ങളെ, മഹാന്മാരായ സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചതിൻ്റെ
ഏതാനും ചില ഉദാഹരണങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞത്. അവരുടെ മഹബ്ബത്തുൻ നബിയുടെ ചരിത്രം പറയുകയാണെങ്കിൽ അതൊരുപാട് നീണ്ടുപോകും. അത്രമേൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചവരാണ് മഹാന്മാരായ സ്വഹാബത്ത്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഒരാൾ പോലും അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള മഹബ്ബത്തിൻ്റെ പേരിൽ വർഷത്തിൽ ഒരു ദിവസം ഒരു പ്രത്യേക ആഘോഷം സംഘടിപ്പിച്ചുകൊണ്ട് മഹബ്ബത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകടിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത് റബീഉൽ അവ്വൽ ആയിരിക്കുന്നു. ഒരു വിഭാഗം ആളുകൾ റസൂലിനോടുള്ള മഹബ്ബത്ത് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച, അവിടുന്ന് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് നമുക്ക് പകർന്നു നൽകിയ തൗഹീദിനെ മാറ്റിവെച്ച വിഭാഗം, അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യാൻ പാടുള്ളൂ, അള്ളാഹുവിന് മാത്രം നേർച്ച കൊടുക്കാൻ പാടുള്ളൂ, അള്ളാഹുവല്ലാത്തൊരു സൃഷ്ടികളിലേക്കും തിരിയാൻ പാടില്ല എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് ആവർത്തിച്ചാവർത്തിച്ച് പഠിപ്പിച്ച അള്ളാഹുവിൻ്റെ ദീനിന്റെ പ്രഥമ പാഠത്തെ പുറങ്കാലുകൊണ്ട് ചവിട്ടി മാറ്റിവെച്ച ആളുകൾ ജാറങ്ങളിലേക്കും മഖ്ബറകളിലേക്കും തങ്ങന്മാരിലേക്കും ഉറുക്കിലേക്കും മേലസിലേക്കും ഒക്കെ മടങ്ങി അവിടെ പോയി ആവശ്യങ്ങൾ പറഞ്ഞു അതിൽ തവക്കുൽ ചെയ്തു അള്ളാഹുവിൻ്റെ ദീനിന്റെ അടിസ്ഥാനത്തെ അട്ടിമറിച്ച ആളുകൾ ഒരു നേരം പള്ളിയിൽ വന്ന് ജമാഅത്തായി നമസ്കരിക്കാൻ പലപ്പോഴും മടി കാണിക്കുന്നവർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ അപകർഷതാബോധത്തോടുകൂടെ കാണുന്നവർ, റസൂലിന്റെ സുന്നത്തിനെ നെഞ്ചിലേക്ക് ജീവിക്കുന്ന ആളുകൾക്ക് നേരെ പരിഹാസത്തിന്റെ കുന്തമുനകൾ ഓകുന്നവർ, അങ്ങനെയുള്ള ആളുകൾ റബീഉൽ അവ്വൽ വരുമ്പോൾ അതാ അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള സ്നേഹത്തെ വാദിച്ചുകൊണ്ട് ആഘോഷ പരിപാടികളുമായി രംഗത്ത് വരുന്നത് കാണാൻ സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ചെയ്യുന്ന ആളുകൾ റബീഉൽ അവ്വലിലെ നബിദിനാഘോഷത്തെ ഒരു ഇബാദത്തായിട്ടാണോ അതോ അതൊരു കേവലം ഹറാമായിട്ടാണോ അവർ കാണുന്നത്? തീർച്ചയായും നബിദിനം ആഘോഷിക്കുന്ന ആളുകൾ നബിദിനാഘോഷത്തെ ഹറാമായിട്ടല്ല കാണുന്നത്, ഇബാദത്തായിട്ടാണ് കാണുന്നത്. അവർ ഇബാദത്തായിട്ടാണ് കാണുന്നതെങ്കിൽ അത് ആഘോഷിക്കുന്ന ആളുകളോട് നമുക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഈ ഇബാദത്തിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയാമായിരുന്നോ? ഇങ്ങനെയൊരു ഇബാദത്തിനെ കുറിച്ച് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയാമായിരുന്നോ? അറിയില്ലായിരുന്നു എന്നാണ് മറുപടിയെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദീനിന്റെ വിഷയത്തിൽ അറിവില്ല എന്ന് പറയുന്ന ഗുരുതരമായ കുഫ്രിന്റെ വാക്ക് പറയുന്നവരാണ് നിങ്ങൾ. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഇബാദത്തിനെ കുറിച്ച് അറിവുണ്ടായിരുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ ഈ ഇബാദത്തിനെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് പഠിപ്പിച്ചിട്ടുണ്ടോ? പഠിപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നതെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉമ്മത്തിന് ഇത്ര വലിയൊരു നന്മയെക്കുറിച്ച് പഠിപ്പിക്കാതെ മറച്ചുവെച്ചു. ദീനിന്റെ വിഷയത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഞ്ചന കാണിച്ചു എന്ന് പറയാതെ പറയുന്നവരാണ് നിങ്ങൾ. ഇനി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നതെങ്കിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഇബാദത്തിനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഹാതു ബുർഹാനക്കും എവിടെയാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പഠിപ്പിച്ചത്? തെളിവ് കൊണ്ടുവാം. എവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയൊരു ഇബാദത്ത് പഠിപ്പിച്ചത്? പോട്ടെ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടുണ്ടോ? അവിടുന്ന് ചെയ്തിട്ടുണ്ടോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുണ്ടോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ചെയ്തിട്ടുണ്ടോ റളിയല്ലാഹു അൻഹു? അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുണ്ടോ? മുത്തബിഉ സുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുണ്ടോ? ഒരു സ്വഹാബത്തും ഇത് ചെയ്തിട്ടില്ല. ഒരു താബിഈങ്ങളും
ഇത് ചെയ്തിട്ടില്ല. ഒരു തബഉൽ അത്ബാഉം ഇത് ചെയ്തിട്ടില്ല. മദ്ഹബിന്റെ മഹാന്മാരായ 4 ഇമാമിങ്ങളിൽ ഒരാളും ഇത് ചെയ്തിട്ടില്ല. പിന്നെ ആരാണിത് ചെയ്തത്? ആദ്യമായി ഇങ്ങനെയൊരു കർമ്മം സമൂഹത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നത് ആരാണ്? ഫാത്തിമിയാക്കളാണ്, ഉബൈദികളാണ്. ആരാണ് ഫാത്തിമിയാക്കൾ? ആരാണ് ഉബൈദികൾ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിനോട് ശത്രുത പ്രഖ്യാപിച്ചവർ. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ വ്യഭിചാരിണിയാണ് എന്ന ഏറ്റവും നീചമായ ആരോപണം നമ്മുടെ ഉമ്മക്ക് നേരെ പറഞ്ഞവർ. ഉമർ ഇബ്നുൽ ഖത്താബിനോടും അബൂബക്കറിനോടും റളിയല്ലാഹു അൻഹുമ അവരോട് ശത്രുത വെക്കുന്നവർ ആ ഫാത്തിമിയാക്കളാണ്, റാഫിലികളാണ്. ഷിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും നീചരും നികൃഷ്ടരുമായ ആളുകളാണ് 4-ാം നൂറ്റാണ്ടിൽ ഈ കർമ്മം കൊണ്ടുവരുന്നത്. ഇത് ചെയ്യുന്ന ആളുകൾ അന്ധമായ സംഘടനാ കക്ഷിത്വ മനോഭാവങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് അവരിത് ചിന്തിക്കണം. ഇതൊരു മത്സരത്തിന്റെ വിഷയമല്ല, ഇതൊരു തമ്മിലടിയുടെ വിഷയമല്ല, ഇത് പരസ്പരമുള്ള സംവാദം പോർവിളികളുടെ വിഷയമല്ല. ഇത് പരലോകത്തിന്റെ വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഗുരുതരമായ ഗൗരവത്തോടുകൂടെ ഈ വിഷയത്തെ ഗൗരവത്തോടുകൂടെ പഠിക്കാൻ അത്തരം സഹോദരങ്ങൾ തയ്യാറാകേണ്ടതുണ്ട്. ഇത് പരലോകത്തിന്റെ വിഷയമാണ്. ഏതെങ്കിലും സംഘടനകൾ അവരുടെ സംഘടനയെ വളർത്താൻ അതിനായി ഉപയോഗിക്കുന്ന ഒരു കേവലവാദമല്ല, മറിച്ച് ഇത് പരലോകത്തിന്റെ വിഷയമാണ്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടുകൂടെ ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാൻ, പഠിച്ചുകൊണ്ട് നിലപാട് സ്വീകരിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. നമ്മുടെ ഖബറിൽ ഒരു സംഘടനയുടെയും പ്രസിഡന്റും സെക്രട്ടറിയും നമ്മുടെ ഖബറിൽ ഉണ്ടാവുകയില്ല. അള്ളാഹുവിൻ്റെ ഹിസാബിൽ നമുക്ക് രക്ഷയായിക്കൊണ്ടും ഒരു നേതാവും ഒരു തങ്ങളും അവിടെ ഉണ്ടാവുകയില്ല. ഒറ്റക്കൊറ്റക്കായിരിക്കും. അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാൻ വ്യക്തിപരമായി നമ്മൾ ഓരോരുത്തർക്കും ബാധ്യതയുണ്ട് എന്നത് നമ്മൾ ആരും വിസ്മരിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ് പഠിക്കാൻ, പഠിച്ചതിൻ്റെ കൂടെ നിൽക്കാൻ ധീരതയോടെ, ധൈര്യത്തോടുകൂടെ, ഇടറാതെ അതിൻ്റെ മുമ്പിൽ കീഴ്പ്പെട്ടുകൊണ്ട് അത് സ്വീകരിച്ചുകൊണ്ടും അത് ഉറക്കെ പറഞ്ഞുകൊണ്ട് നിലനിൽക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിക്കുന്ന കാലം അത്രയും ഇസ്സത്തോടെ, അഭിമാനത്തോടെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ തൗഹീദ് മുറുകെ പിടിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തും ആഫിയത്തുമുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്.